നമസ്കാരം. മലയാളി വാർത്ത ആനുകാലികത്തിലേക്ക് സ്വാഗതം. നമസ്കാരം. രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാടേക്ക് എത്തുന്നു, ഒരു വലിയ ഓളം ഉണ്ടാക്കുന്നു. കഴിഞ്ഞ ദിവസം സാറ് പറഞ്ഞു ഇനിയിപ്പോൾ ഒരു വലിയൊരു ഷോയ്ക്കൊന്നും നിൽക്കാൻ സാധ്യതയില്ല എന്നൊരു ചർച്ചയിൽ പറഞ്ഞിരുന്നു. പക്ഷെ ഒരു വലിയ ഷോ തന്നെയാണ് രാഹുൽ പാലക്കാട് വന്നിറങ്ങി നടത്തിയത്. പക്ഷെ ഇപ്പോൾ രാഹുലിനെ ഇടം വലം തിരിയാൻ അനുവദിക്കാതെ എല്ലാവരും റഡാറിലാക്കിയിരിക്കുകയാണ്. പോലീസ് വലിയ നിരീക്ഷണ വലയം ഒരുക്കുന്നു, CPMകാർ വലിയ നിരീക്ഷണ വലയം, സ്വന്തം പാർട്ടിക്കാർ പോലും ഒരു നിരീക്ഷണത്തിലാക്കി രാഹുലിനെ ഇടം വലം തിരിയാൻ അനുവദിക്കാത്ത ഒരു അവസ്ഥയിലേക്ക് കൊണ്ടെത്തിച്ചിരിക്കുകയാണ്. പക്ഷെ രാഹുലിന് ഒരു പ്രശ്നവുമില്ല. കൂളായി ചിരിച്ചുകൊണ്ട് മാധ്യമങ്ങളെ പുച്ഛിച്ചുകൊണ്ട് അവരുടെ ചോദ്യങ്ങൾക്ക് ചായയും പരിപ്പോടയും ഒക്കെ തിന്ന് ഇരിക്കുന്ന ഒരു ഞാൻ കൂളാണ് എന്ന് കാണിക്കുന്ന ഒരു നിലപാട്. ഈ അരിക്കൊമ്പൻ്റെ കാര്യം പറഞ്ഞ പോലെ ഈ അരിക്കൊമ്പനെ ഇവിടെ എല്ലാവരും കൂടി തുരത്തി തമിഴ്നാട്ടിലേക്ക് ഓടിച്ചു. അവിടുന്ന് കർണാടക വനത്തിൽ സത്യമംഗലത്ത് കയറി തിരിച്ച് ഒരു വിധത്തിൽ പാലക്കാട് എത്തിയപ്പോൾ ജനമെല്ലാം കൂടെ വളഞ്ഞ് വീണ്ടും അയാളെ ആദി പിടിപ്പിച്ച് ഇപ്പോൾ അടൂരിലേക്ക് തുരത്തിയിരിക്കുകയാണ്. അടൂരിൽ നിന്ന് ഇനി എന്താണ് ഈ കൊമ്പൻ ചെയ്യാൻ പോകുന്നത്? അതാണ് നമ്മുടെയൊക്കെ മുഖ്യ വിഷയം. പക്ഷേ ഇന്നലെ പാലക്കാട് അയാൾ നടത്തിയ ഷോ എന്നൊന്നും നമുക്കിപ്പോൾ അതിനെ വിശദീകരിക്കാൻ പറ്റത്തില്ല. ഇന്നലെ പാലക്കാടെത്തി രാഹുൽ നല്ലൊരു മറുപടി കൊടുത്തു. ആ മറുപടി മാധ്യമങ്ങൾക്ക്, രാഷ്ട്രീയ എതിരാളികൾക്ക്, എന്തിന് പോലീസിന് പോലും അയാളെ പിടിക്കാൻ ഈ 15 ദിവസം മരണവെപ്രാളം എടുത്ത് ഓടി നടന്ന കേരള പോലീസ് സംഘം ഇന്നലെ പാലക്കാട് അയാൾക്ക് സംരക്ഷണം ഒരുക്കുന്ന വിചിത്ര കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ഇതുവരെ അയാളെ പിടികൂടാൻ കാടിളക്കി ബംഗളൂരു നഗരം മുഴുവൻ അരിച്ചു പെറുക്കി അവിടെയുള്ള ചായപ്പീടിക തൊട്ട് പഞ്ചനക്ഷത്ര വില്ലകൾ വരെ പരിശോധിക്കുന്ന കേരള പോലീസ് സംഘം ഇന്നലെ പാലക്കാട് വോട്ട് ചെയ്യാനെത്തിയ രാഹുലിന് വലിയ സംരക്ഷണ കവചം ഒരുക്കുന്നു. കാരണം CPM DYFI അണികൾ ഇയാളെ വലിയ പ്രതിഷേധവുമായി എത്തിയിരിക്കുന്നു. ഇയാൾക്കെതിരെ അവരുടെ കയ്യിൽ കോഴിയുണ്ട്, അവരുടെ കയ്യിൽ തൊട്ടിലുണ്ട്. ഇത്തരം ആയുധങ്ങളുമായാണ് രാഹുലിനെ ആക്രമിക്കാനെത്തിയത്. രാഹുലിൻ്റെ കാറിൻ്റെ പുറകിൽ കോഴിയുടെ പിക്ചറൊക്കെ അവർ പതിക്കുന്നു. പക്ഷേ ആ CPM സംഘത്തെ ഇതേ പോലീസിനെ ഉപയോഗിച്ച് തുരത്താൻ രാഹുലിന് കഴിയുന്ന വിചിത്ര കാഴ്ച ഒരു വശത്ത്. മറുവശത്ത് വോട്ട് ചെയ്ത് പുറത്തേക്കിറങ്ങി രാഹുൽ ഒന്ന് നിവർന്നു നിൽക്കുമ്പോൾ തല ഉയർത്തി തന്നെയാണ് രാഹുൽ എത്തിയതും മടങ്ങിയതും നമുക്ക് എടുത്തു പറയേണ്ടിയിരിക്കുന്നു. അയാൾക്ക് ചുറ്റും കൊടുത്ത മലയാളത്തിലെ മാധ്യമങ്ങൾ, ചാനലുകൾ എന്തൊരു ബഹളമായിരുന്നു. ഒരു ബൈറ്റിന് വേണ്ടി അവർ യാചിക്കുകയാണ്, ഇയാളുടെ പുറകെ നിൽക്കുകയാണ്. അവിടെ അടുത്തുള്ള ഒരു ആശുപത്രിയിലേക്കാണ് അയാളുടെ കാർ വിട്ടത്. ആശുപത്രിയുടെ ഇയാളുടെ കാറിൻ്റെ പിന്നാലെ മാധ്യമപ്പട ഒന്നാകെ കടന്നു ചെല്ലുന്നു. അവിടെ ഒരു ചെറിയ ചായപ്പീടികയിലേക്ക്, ക്യാൻറ്റീനിലേക്ക് കടന്ന് ഒരു ചായയ്ക്ക് ഓർഡർ കൊടുക്കുന്നു. മാധ്യമപ്രവർത്തകയുടെ ഒരു ഉഗ്രൻ ചോദ്യം, ഇനി എന്താണ് അടുത്ത പരിപാടി? വളരെ സിമ്പിളായി, ഈ ചായ ഒന്ന് കുടിക്കണം. പിന്നീട് ഈ ചായ ഊതിയാണ് കുടിക്കുന്നത്. ആ ഓരോ ഊത്തും മാധ്യമപ്രവർത്തകർക്കുള്ള ഊത്താണ്. അങ്ങനെ മാധ്യമപ്രവർത്തകരെ പരിഹസിച്ച് ഊതി ചായ കുടിച്ച് ഇയാൾ സ്വയം സായുജ്യമടയുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ഒരു വശത്ത് ഓർക്കണം, പീഡകൻ എന്ന് ജനം ആക്രോശിക്കുന്ന, ജനമെന്ന് നമുക്ക് പറയാൻ കഴിയില്ല, കേരളത്തിലെ മാധ്യമങ്ങൾ ആക്രോശിക്കുന്ന, അവർ വേട്ടയാടുന്ന രാഹുൽ മാങ്കൂട്ടമാണ് തൊട്ടു മുന്നിലിരിക്കുന്നത്. ഇത്ര ദിവസം രാഹുലിനെ പോലീസ് വീഴ്ത്തുമെന്നും രാഹുലിനെ എന്നേക്കുമായി ജയിലറയ്ക്കുള്ളിൽ അടയ്ക്കുമെന്നും ഒക്കെ ആക്രോശിച്ചവർ, ചാനൽ ചർച്ചകളിലെ ഡിബേറ്റ് ഫോറങ്ങളിൽ തകർത്തവർ ഇന്നലെ രാഹുലിൻ്റെ ഒരു വീരപരിവേഷം പകർത്താൻ ഓടി നടക്കുന്നു. മാധ്യമങ്ങളുടെ ഡ്രോൺ ക്യാമറ രാഹുലിൻ്റെ വാഹനത്തിന് മുകളിൽ. അങ്ങനെ ആകെ കൂടി ഒരു വിചിത്ര കാഴ്ചയാണ്. നമുക്ക് അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പല ചർച്ചകളിലും പല വാർത്തകളിലും എല്ലാവരും കടന്നു. നമുക്കതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നതിന് മുൻപ് എന്തുകൊണ്ടാണ് രാഹുലിന് ഇങ്ങനെ ഒരു അന്തരീക്ഷം പാലക്കാട് സൃഷ്ടിക്കാൻ കഴിഞ്ഞത്? എന്തുകൊണ്ടാണ് കോൺഗ്രസ് പ്രവർത്തകർ ബൊക്കെയുമായി അയാൾക്ക് ചുറ്റും ഓടിയടുത്തത്? എന്തുകൊണ്ടാണ് പാലക്കാട് കുന്നത്തൂർ മേട്ടിലെ ഒരു തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന ഒരു സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടത്തിനൊപ്പം രാഹുൽ വോട്ട് ചെയ്യാനെത്തിയപ്പോൾ എന്തിനാണ് അദ്ദേഹത്തെ അനുഗമിച്ചത്? എന്നാൽ DCC പ്രസിഡന്റ് തങ്കപ്പൻ പറയുന്നു, ഒരു കാരണവശാലും രാഹുലിന് ഔദ്യോഗിക പിന്തുണ ഞങ്ങൾ നൽകില്ല. സ്വന്തം ഇഷ്ടപ്രകാരമാണ് പാർട്ടി അണികളും അനുയായികളുമൊക്കെ അദ്ദേഹത്തെ സ്വീകരിക്കാൻ എത്തിയതെന്ന്. K മുരളീധരൻ വീണ്ടും രാഹുലിനെ തള്ളിപ്പറയുന്നു. പാർട്ടി നേതാക്കളൊക്കെ ധരിച്ചു നിൽക്കുന്നു. അപ്പോൾ ഇത് കൃത്യമായൊരു മറുപടിയാണ്. 2 ബലാത്സംഗ കേസിലെ പ്രതി, ലൈംഗിക വൈകൃതത്തിന് ഉടമ എന്ന് പിണറായി വിജയനെ പോലുള്ളവർ പരിഹസിക്കുന്ന ഒരു നേതാവ്, അയാൾക്ക് എങ്ങനെ ഇപ്പോഴും ഇത്രയധികം ജനപിന്തുണ ആർജിക്കാൻ കഴിയുന്നു? ഇപ്പോഴും സമൂഹ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ ആളുകൾ എന്തുകൊണ്ട് അയാളെ സ്നേഹത്തോടെ, വാത്സല്യത്തോടെ ചേർത്ത് പിടിക്കുന്നു? ഏത് സ്ത്രീകളെ കണ്ടാലും കാലിളകുന്ന
വൈകൃതങ്ങൾക്കുടമയാണെന്ന് പറയുമ്പോഴും എന്തുകൊണ്ട് കേരളത്തിലെ സ്ത്രീകളും അമ്മമാരും ഇപ്പോഴും അയാൾക്ക് പിന്തുണ നൽകുന്നു? ഒരു വിചിത്ര കാഴ്ചയാണ് നമുക്ക് മുന്നിൽ. രാഹുൽ ഏറെ വേട്ടയാടപ്പെട്ടത് കോൺഗ്രസ് എന്ന പ്രസ്ഥാനത്തിൽ നിന്ന്. കോൺഗ്രസിലെ ഒട്ടനവധി നേതാക്കൾ അയാളെ വലിച്ചെറിയുന്ന കാഴ്ച കണ്ടു, കിണറ്റിലിടുന്ന കാഴ്ച കണ്ടു. ഇനി ഒരിക്കലും ഈ പ്രസ്ഥാനത്തിലേക്ക് മടങ്ങി വരില്ല എന്ന് പ്രഖ്യാപിക്കുന്ന നേതാക്കളെ കണ്ടു. എന്നിട്ടും രാഹുൽ കോൺഗ്രസ് എന്ന പ്രസ്ഥാനത്തെ തള്ളിപ്പറയുന്നില്ല. നമുക്കിവിടെ തുടക്കത്തിൽ ഇത്തരം അടിസ്ഥാനപരമായ പ്രശ്നങ്ങളിലേക്ക് വരുന്നതിന് മുൻപ് തുടക്കത്തിൽ രാഹുലിൻ്റെ ഒരു പ്രത്യേകത ഇവിടെ നമുക്ക് എടുത്തു പറയേണ്ടി വരും. ഒന്ന്, തനിക്കെതിരെ ഊരും പേരുമില്ലാതെ ആദ്യം വാർത്തകൾ നിരന്നപ്പോൾ, അവഹേളനങ്ങൾ നിരന്നപ്പോൾ, പരിഹാസം നിരന്നപ്പോൾ അതിനെ നിഷേധിക്കാൻ രാഹുൽ ഇറങ്ങിയില്ല. ഒരു പരാതിക്കാരി മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക്, തൻ്റെ രാഷ്ട്രീയ എതിരാളിയുടെ അടുക്കലേക്ക് തനിക്കെതിരെയുള്ള പരാതിയുമായി കടന്നു ചെന്നപ്പോൾ ആ പരാതിക്കാരിക്കെതിരെ ഒരു ചെറുവിരൽ അനക്കിയില്ല. ആ പരാതിക്കാരിക്കെതിരെ ഒരു മാധ്യമങ്ങളിലും അയാൾ പ്രതികരിച്ചില്ല. ഒരിക്കൽ പോലും അയാൾ പരാതിക്കാരിയെ അവഹേളിച്ചില്ല. കോടതിയിൽ ജാമ്യാപേക്ഷ നൽകുമ്പോൾ അയാൾ ആ പരാതിക്കാരിയെ സ്വഭാവഹത്യ ചെയ്യുന്ന തലത്തിൽ ഒരു പരാമർശം പോലും തൻ്റെ ജാമ്യാപേക്ഷയിൽ ഉൾപ്പെടുത്തിയില്ല. അഭിഭാഷകനോട് തങ്ങൾ തമ്മിലുള്ള ഉഭയകക്ഷി സമ്മതപ്രകാരമുള്ള ലൈംഗിക ബന്ധത്തിൻ്റെ അടക്കം മുഴുവൻ കാര്യങ്ങളും സമ്മതിക്കുന്ന കാഴ്ചയും നമ്മൾ കണ്ടു. എന്തിനേറെ, അയാളുടെ സുഹൃത്ത് ജോബി ജോസഫ് ഗർഭഛിദ്രത്തിന് വേണ്ടിയുള്ള ഗുളിക ഞാൻ എത്തിച്ചു കൊടുത്തു എന്ന് സമ്മതിച്ചുകൊണ്ടാണ് ജാമ്യാപേക്ഷ നൽകിയിരിക്കുന്നത്. അപ്പോൾ തനിക്കെതിരെ പരാതി നൽകിയ യുവതിയെ അയാൾ വ്യക്തിപരമായി അവഹേളിക്കുന്നില്ല നമുക്ക് മുന്നിൽ. അത് അയാളുടെ തന്ത്രമാണോ, അയാളുടെ ഒരു രാഷ്ട്രീയ ശൈലിയാണോ എന്നൊക്കെ നമുക്ക് പിന്നെ പരിശോധിക്കാം. ഇതാണ് അതിൻ്റെ ഒന്നാം ഘട്ടം. രണ്ടാം ഘട്ടം, അയാൾക്കെതിരെ പ്രതികരിച്ചത് ചില്ലറക്കാരല്ല. വി ഡി സതീശൻ, രമേശ് ചെന്നിത്തല, കെ മുരളീധരൻ, രാജ്മോഹൻ ഉണ്ണിത്താൻ, അങ്ങനെ കോൺഗ്രസിലെ ഏറ്റവും തലയെടുപ്പുള്ള ഇന്നത്തെ ഉഗ്രരൂപികളായ നേതാക്കളാണ്. അവർ രാഹുൽ മങ്കൂട്ടത്തിലിനെ ഏറ്റവും മ്ലേച്ഛമായ തലത്തിലാണ് ആക്ഷേപിച്ചത്, പരിഹസിച്ചത്, ഈ പ്രസ്ഥാനത്തിൽ നിന്ന് ഇറക്കിവിടുമെന്ന് പ്രസ്താവന നടത്തിയത്. ഒടുവിൽ രാഹുലിനെയും കോൺഗ്രസിൽ നിന്ന് കഴുത്തിന് പിടിച്ച് പുറത്താക്കുന്നത് പോലെ ഇറക്കിവിട്ടത്. എന്നിട്ടും ഇയാൾ കോൺഗ്രസ് എന്ന പ്രസ്ഥാനത്തെയോ ഈ നേതാക്കൾക്കെതിരെയോ ഒരു ചെറു പ്രസ്താവന പോലും നടത്തിയില്ല. അയാളുടെ മടങ്ങിവരവിൻ്റെ ഒരു സാരാംശം പോലും താൻ പ്രവർത്തിച്ച സംഘടനയ്ക്ക് വേണ്ടി വോട്ട് ചെയ്യാൻ ആ ഒരു പുതുധാരണ പരത്തിയാണ്. അതുകൊണ്ട് തന്നെ അയാളുടെ ഒരു പോരാട്ടത്തിൻ്റെ ഒരു ശൈലി നമ്മൾ മനസ്സിലാക്കണം. എന്നാൽ രാഷ്ട്രീയ ശത്രുക്കളെ അയാൾ ഏറ്റവും നിശ്ചിതമായി വിമർശിക്കും. സ്വന്തം നിലനിൽപ്പ് പോലും നോക്കാതെ, സ്വന്തം ജീവൻ പോലും പരിഗണിക്കാതെ രാഷ്ട്രീയ എതിരാളിയേടോ വിജയ എന്ന് വിളിച്ച് അതിശക്തമായി ആക്ഷേപിക്കും. വിജയൻ്റെ കുടുംബാംഗങ്ങളെ അയാൾ പേരെടുത്ത് വിളിച്ച് പോരിന് വിളിക്കുക, അവരുടെ അഴിമതി പച്ചയ്ക്ക് പുറത്തേക്ക് വലിച്ചിടും. ഇവിടെയാണ് കേരളം എന്തുകൊണ്ട് രാഹുലിലേക്ക് തിരിയുന്നു എന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. കേരളത്തിൻ്റെ ഒരു പൊതുബോധമുണ്ട്. ഒന്ന്, തുടർച്ചയായ രണ്ടാം ഭരണകൂടം പിണറായി വിജയൻ്റെ നേതൃത്വത്തിൽ ആ ഭരണത്തോടുള്ള ഒരു എതിർപ്പ് അത് അതിരൂക്ഷമാണ്. കഴിഞ്ഞ തുടർച്ചയായ 10 വർഷം കേരളം ഭരിച്ചു മുടിച്ചു എന്നുള്ള വികാരം വലിയ ഒരു തലത്തിൽ കേരളത്തിൽ അലയടിക്കുന്നുണ്ട്. അപ്പോൾ ഭരണത്തോടുള്ള ഒരു എതിർപ്പ്, പലവിധത്തിൽ സ്വജനപക്ഷപാതവും ഇടതുപക്ഷ അഹങ്കാരവും കണ്ടുമടുത്ത ഒരു ജനത. പക്ഷെ അവർ എന്തുകൊണ്ട് കോൺഗ്രസ് ഉൾപ്പെടുന്ന UDF അത്ര നെഞ്ചേറ്റുന്നില്ല? എന്തുകൊണ്ട് മറ്റ് നേതാക്കൾക്ക് ഈ ഒരു വീരപരിവേഷം കിട്ടുന്നില്ല? അവിടെ നമ്മൾ ഒരു യാഥാർത്ഥ്യം കൂടി മനസ്സിലാക്കണം. പ്രതിപക്ഷത്തിന് എവിടെയോ പിഴച്ചിരിക്കുന്നു. പ്രതിപക്ഷ നേതൃത്വത്തിനെ അവർ അംഗീകരിക്കുന്നില്ല. പ്രതിപക്ഷ നേതാവിനെ അല്ല ഞാൻ പറയുന്നത്, പ്രതിപക്ഷ നേതൃത്വത്തിനെ. അവിടെ രാഹുലിൽ അവർ ഒരു നേതാവിനെ കാണുന്നു. രാഹുലിൽ ഒരു നേതാവിനെ കാണാൻ ജനം തുടങ്ങിയതോടെ അതിൻ്റെ ഭയം ഏറ്റവും കൂടുതൽ ബാധിച്ചത് കോൺഗ്രസ് നേതാക്കൾക്ക്. അതുകൊണ്ടാണ് കോൺഗ്രസ് നേതാക്കൾ രാഹുലിനെതിരെ തിരിഞ്ഞത്, രാഹുലിനെതിരെ കഥകൾ പറയുന്നത്. രാഹുൽ എങ്ങനെയാണ് വളർന്നു വന്നത്? ഒരു ന്യൂജൻ താരമായി, ഒരു പുതുതലമുറയുടെ വക്താവായി സമൂഹ മാധ്യമങ്ങൾ മുഖ്യ ആയുധമാക്കി രാഹുൽ തൻ്റെ പോരാട്ടം തുടങ്ങി. അപ്പോൾ പഴയ തലമുറ രാഹുലിനെ പോലെയുള്ള, രാഹുലിനെയും ഷാഫി പറമ്പിലിനെയും അബിൻ വർക്കിയെയും പോലുള്ള പുതുതാരങ്ങളെ നോക്കി പറഞ്ഞു, ഞങ്ങൾ ജനങ്ങൾക്കിടയിൽ പണിയെടുത്തവരാണ്, താഴേക്കിടയിൽ സാധാരണക്കാരുടെയും തൊഴിലാളികളുടെയും ഒക്കെ വിയർപ്പൂറുന്ന തോളിൽ കൈയിട്ടുകൊണ്ട് തുടങ്ങിയ രാഷ്ട്രീയ പാരമ്പര്യമാണ്. അവരുടെ മണ്ണിൻ്റെ ചോരയുടെ വിയർപ്പിൻ്റെ ഗന്ധം ഞങ്ങൾക്കറിയാം. അതൊന്നുമില്ലാതെ AC മുറിയിലിരുന്ന് ചാനൽ ചർച്ചകളിലും സമൂഹ മാധ്യമങ്ങളിലെ മിന്നുന്ന റീലുകളിലും വിരാജിക്കുന്നവരല്ല ഞങ്ങൾ. പക്ഷെ അയാൾ അവിടെ തളർന്നില്ല. അയാൾ തൻ്റെ പോരാട്ടം സമൂഹ മാധ്യമങ്ങളിലൂടെ തുടർന്നു.
പക്ഷെ പിന്നീട് തെരുവിലേക്ക് ഇറങ്ങിയത് നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്. തെരുവിൽ യുവജനതയെ അയാൾ അണിനിരത്തുമ്പോൾ അതിലപ്പുറം സമൂഹ മാധ്യമങ്ങളിൽ ഒപ്പത്തിനൊപ്പം പ്രതിഷേധം നിലനിർത്താൻ അയാൾ ശ്രമിച്ചു. പിന്നീട് പാലക്കാട്ടേക്ക് ഒരു താരമായി ചെല്ലുന്ന രാഹുലിനെ നമ്മൾ കണ്ടു. പാലക്കാട് എത്തിയപ്പോൾ ഒരു വർഷം മുൻപ് രാഹുൽ ഉദിച്ചുയരുന്ന ഒരു താരമെന്ന് പലർക്കും തോന്നി. അവിടെ വച്ചാണ് രാഹുലിനെതിരെയുള്ള ഗൂഢാലോചന തുടങ്ങുന്നത്. ഇവിടെ നമുക്ക് എന്തുകൊണ്ട് രാഹുൽ ഇപ്പോഴും ജനപ്രിയനായി തുടരുന്നു എന്ന് നമുക്ക് ഒന്ന് ചിന്തിക്കാം. ഇവിടെയാണ് നമ്മൾ രാഹുൽ എന്തുകൊണ്ട് ജനങ്ങളെ ഇപ്പോഴും സ്വാധീനിക്കുന്നു എന്നതിൻ്റെ ഘടകങ്ങൾ പരിശോധിക്കേണ്ടത്. നമുക്കൊരു 6-7 ഘടകങ്ങൾ കാണാൻ കഴിയും. അതിൽ ഏറ്റവും മുഖ്യമായത്, പക്ഷെ അതിന് ആ ഘടകങ്ങളിലേക്ക് കടക്കുന്നതിന് മുൻപ് ഒരു കാര്യം ഓർക്കുക. രാഹുൽ ചെയ്തത് തെറ്റ് തന്നെയാണ്. ധാർമ്മികമായി സദാചാരപരമായി വലിയ തെറ്റാണ് ചെയ്തിരിക്കുന്നത്. 2 യുവതികളുടെ പരാതി നമുക്ക് മുന്നിലുണ്ട്, നിയമ സംവിധാനങ്ങൾക്ക് മുന്നിലുണ്ട്. അത് ബലാത്സംഗമാണോ ഉഭയകക്ഷി സമ്മതപ്രകാരമാണോ? നിയമ സംവിധാനം അതിനെ വിലയിരുത്തിയിരിക്കുന്നത് പരസ്പര സമ്മതത്തോടെയുള്ള ലൈംഗിക ബന്ധം എന്ന നിലയിലാണ്, ഉഭയകക്ഷി സമ്മതപ്രകാരം. അപ്പോൾ ആണും പെണ്ണും സമ്മതിച്ചാൽ ഇത്തരം ക്രിയകളിലേക്ക് പോകാൻ സമൂഹം അനുവദിക്കുമോ? ചോദ്യം. പക്ഷേ ഇപ്പോഴത്തെ നമ്മുടെ ഭരണഘടന അനുശാസിക്കുന്ന കാര്യങ്ങളും നമ്മുടെ സുപ്രീം കോടതി വിധികളും ഒന്ന് പരിശോധിക്കണം. സുപ്രീം കോടതി പലവട്ടം നമ്മുടെ സദാചാരത്തെക്കുറിച്ചും ധാർമ്മികതയെക്കുറിച്ചും ഇപ്പോൾ പ്രതിപാദിച്ചിട്ടുണ്ട്. അതിൽ കപട സദാചാരം വലിച്ചു കീറുന്ന ഒട്ടനവധി വിധികൾ നമുക്ക് മുന്നിലുണ്ട്. ആൾക്കൂട്ട വിചാരണയും സദാചാര പോലീസിങ്ങും ഒന്നും വേണ്ട എന്ന് സുപ്രീം കോടതിയും ഹൈക്കോടതിയും പലവട്ടം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സദാചാരത്തിൻ്റെ അളവുകോൽ നിയമ സംവിധാനത്തിൻ്റെ ആ തുലാസിൽ വെച്ച് നോക്കുമ്പോൾ നമ്മുടെ മനസ്സിലുള്ള അളവുകോലായിരിക്കില്ല നിയമ സംവിധാനങ്ങളുടെ തുലാസിൽ. പരസ്പര സമ്മതത്തോടെ ഒരു സ്ത്രീക്കും പുരുഷനും ഇത്തരം ബന്ധങ്ങളാകാം. അതാണ് നിയമ സംവിധാനം നമ്മോട് പറയുന്നത്. പകരം നമ്മുടെ പൊതുബോധം, സദാചാരം, ധാർമ്മികത അത് രാഷ്ട്രീയത്തിലേക്ക് വരുമ്പോൾ എത്രത്തോളം അത് വോട്ട് ചെയ്യുന്ന ജനങ്ങളാണ് തീരുമാനിക്കുന്നത്, നേതാക്കളിലല്ല. ഇവിടെ നമ്മൾ രാഹുലിലേക്ക് വരാം. രാഹുൽ ചെയ്ത തെറ്റുകൾ കോൺഗ്രസ് നേതാക്കൾക്കൊക്കെ മുമ്പേ അറിയാവുന്നതാണ്. കോൺഗ്രസ് നേതാക്കൾ ചെയ്ത തെറ്റുകൾ രാഹുലിന് മുമ്പേ അറിയാവുന്നതാണ്. അപ്പോൾ ഇത് പരസ്പരം എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാം. രാഹുലിനെ വീഴ്ത്താൻ അയാളുടെ ഈ വീഴ്ചകൾ ചില നേതാക്കൾ ആയുധമാക്കി. തിരിച്ച് മറ്റവരെ വീഴ്ത്താനും വേണമെങ്കിൽ രാഹുൽ ഗായിങ്ങിന് ഇത്തരം ആയുധങ്ങൾ വേണമെങ്കിൽ ഉപയോഗിക്കാം. അപ്പോൾ ഇവിടെയാണ് ഞാൻ പറയുന്നത്, രാഹുൽ എന്ന രാഷ്ട്രീയക്കാരനെ വീഴ്ത്താൻ ഗൂഢാലോചനയുണ്ടായി. ഈ 2 പരാതികളിലും, ആദ്യ പരാതിയിലും 2ാം പരാതിയിലും നിഴലിക്കുന്ന പൊതു സ്വഭാവം പരിശോധിക്കുമ്പോൾ അതിൽ ഗൂഢാലോചനയുണ്ടെന്ന് വ്യക്തമാണ്. അത് രാഷ്ട്രീയ ഗൂഢാലോചനയാണ്. ഈ രാഷ്ട്രീയത്തിൽ എതിരാളികളെ വീഴ്ത്താൻ പലപ്പോഴും ഇത്തരം തന്ത്രങ്ങൾ ഉപയോഗിക്കാറുണ്ട്. നമ്മൾ മുൻപ് കണ്ടിട്ടുണ്ട്. ഉമ്മൻചാണ്ടിയുടെ സോളാർ കേസ് മുതൽ നിരവധി വ്യാജ ആരോപണങ്ങൾ. അതൊക്കെ പിന്നീട് കോടതി നിയമപരമായി നിലനിൽക്കുന്നതല്ല എന്ന് പ്രഖ്യാപിക്കുമ്പോൾ ജനം പറയുന്നു നമ്മൾ അവരെ വെറുതെ വേട്ടയാടിയെന്ന്. ഇവിടെയും നിയമപരമായി നിലനിൽക്കില്ല എന്ന് പൊതുബോധം പറയുന്ന 2 പരാതികൾ. ഈ പരാതികളുടെ അടിസ്ഥാനത്തിൽ രാഷ്ട്രീയ എതിരാളിയായ രാഹുൽ മാങ്കൂട്ടത്തിലിനെ വീഴ്ത്താൻ തന്ത്രപരമായ നീക്കം നടന്നു, ഒരു ഗൂഢാലോചനയുണ്ടായി. ഇതാണ് ജനം രാഹുലിനൊപ്പം നിൽക്കാനുള്ള 1ാമത്തെ കാരണം. ഇനി നമുക്ക് 2ാമത്തെ കാരണത്തിലേക്ക് വരാം. രാഹുലിൽ ഒരു ജനം പ്രതീക്ഷിക്കുന്ന രാഷ്ട്രീയക്കാരനെ അവർ കണ്ടു. എന്തുകൊണ്ട്? രാഹുൽ കൃത്യതയോടെ, നമുക്കറിയാം, ചാനൽ ചർച്ചകളിൽ, പ്രസംഗങ്ങളിൽ, പാർട്ടി വേദികളിൽ വളരെ ഷാർപ്പായിട്ട് സംസാരിക്കും. അത് എതിരാളിയുടെ മുഖത്ത് നോക്കി ഒരു നെറ്റിയും ചുളിക്കാതെ മനോഹരമായ രീതിയിൽ അവരടിച്ചിടുന്നത് പോലെ ഇയാൾ സംസാരിക്കും. പൊതു നിരത്തിൽ, തെരുവിൽ ഇയാൾ മൈക്ക് കെട്ടി പ്രസംഗിക്കുമ്പോൾ പിണറായി വിജയനെതിരെ കൃത്യമായ, പിണറായി വിജയൻ ഒരു പ്രതീകമാണ്, ഭരണകൂടത്തിൻ്റെ പ്രതീകം, ഭരണകൂടത്തിനെതിരെ ഇയാൾ കൃത്യമായി പ്രതികരിക്കും. ഇയാളുടെ പ്രതികരണങ്ങൾ എത്രത്തോളം സ്വന്തം നെഞ്ചകത്തേക്ക് നീളും എന്നത് നമുക്ക് ചോദ്യം ചെയ്യാം. പക്ഷെ അതിനു മുൻപ് രാഷ്ട്രീയപരമായി അയാളുടെ ആക്രമണങ്ങൾക്ക് മുന്നിൽ പിടിച്ചു നിൽക്കാൻ ഭരണകൂടത്തിന് പലപ്പോഴും കഴിഞ്ഞിട്ടില്ല. അപ്പോൾ തങ്ങൾ പ്രതീക്ഷിക്കുന്ന ഒരു നേതാവിനെ, രാഷ്ട്രീയ നേതാവിനെ ജനം അയാളിൽ കണ്ടു. ജനം അയാൾക്കൊപ്പം നിന്നു. അയാളുടെ വ്യക്തിപരമായ വീഴ്ചകൾക്കപ്പുറത്ത് ഇപ്പോഴും ജനം അയാളെ ഒരു രാഷ്ട്രീയക്കാരനായി കാണുന്നു. അതുകൊണ്ട് തന്നെ ജനം അയാൾക്കൊപ്പം നിൽക്കുന്നു. ഇനി 3ാമത്തെ ഫാക്ടർ,
ഇത്രയധികം കെടുതികളിൽപ്പെട്ടിട്ടും അയാൾ ഇന്നലെ പാലക്കാട് എത്തിയപ്പോൾ നമ്മൾ കണ്ടതാണ്. ഇന്ന് സമൂഹ മാധ്യമങ്ങളുടെ കമൻറ്റ് ബോക്സിലേക്കൊന്ന് നോക്കിയാൽ മതി, രാഹുൽ രാഹുൽ എന്നുള്ളൊരു വിളി. എന്തുകൊണ്ട് ഇത്രയധികം കഴിഞ്ഞ 15 ദിവസം നമ്മുടെ നിയമ സംവിധാനങ്ങളെ കബളിപ്പിച്ച് നമ്മുടെ പോലീസ് സംവിധാനത്തെ കൃത്യമായി പറ്റിച്ച് ഒളിയിടങ്ങളിൽ നിന്ന് ഒളിയിടങ്ങളിലേക്ക് ഓടിയ ഏകദേശം 8ഓളം ഒളിയിടങ്ങൾ ഇയാൾ മാറിയെന്ന്, ഒരു സ്ഥലത്ത് 5 മണിക്കൂർക്കുള്ളിൽ നിന്നില്ല എന്നൊക്കെയാണ് വിശദീകരണം ഇപ്പോൾ പോലീസ് സംഘത്തിൻ്റെ. ഇങ്ങനെ ഓടി തിരിച്ച് പാലക്കാടെത്തി ഇയാളെ എന്തുകൊണ്ട് ജനം ഇത്രയധികം നെഞ്ചേറ്റി? അപ്പോൾ അയാൾക്കെതിരെയുള്ള ഗൂഢാലോചന, അയാളെ വീഴ്ത്താനുള്ള കുതന്ത്രങ്ങൾ, അതിലപ്പുറം അയാളിൽ ഒരു ശരി ഇപ്പോഴും ആളുകൾ കാണുന്നു. അയാളുടെ പക്ഷം അയാൾ അവതരിപ്പിക്കുമ്പോൾ അതിന് കയ്യടി കിട്ടുന്നു. എനിക്ക് പറയാനുള്ളതും അവർക്ക് പറയാനുള്ളതും കോടതിയിൽ പറയട്ടെ, കോടതി തീരുമാനിക്കട്ടെ. നിയമ സംവിധാനങ്ങൾക്ക് മുന്നിലേക്ക് അയാൾ അയാളുടെ തെറ്റിനെ വിട്ടുകൊടുക്കുന്നു. മറ്റ് വിശദീകരണങ്ങളോ മറ്റ് വ്യാഖ്യാനങ്ങളോ മാധ്യമങ്ങൾക്ക് മുന്നിൽ അയാൾ നിരത്തുന്നില്ല. ആ ഒരു തൻ്റെ ഇടം ജനം ഇഷ്ടപ്പെടുന്നു ഇപ്പോഴും. 4ാമത്, അപ്പോൾ ജനത്തെ സംബന്ധിച്ച ഭരണകൂടത്തോടുള്ള എതിർപ്പ്, പ്രതിപക്ഷത്തിൻ്റെ കഴിവുകേടിലുള്ള ഒരു പരിഹാസം, അയാളിലുള്ള ഒരു വിശ്വാസം, ഈ 3 ഘടകങ്ങൾ ഒരുമിച്ച് ജനങ്ങളുടെ മനസ്സിലുണ്ട്. ഇനി 4ാമത്തെ ഫാക്ടർ, കേരളത്തിലെ മാധ്യമങ്ങളോടുള്ള സാധാരണ ജനങ്ങളുടെ ഒരു എതിർപ്പ്. മാധ്യമങ്ങൾ ഒറ്റക്കെട്ടായി ഇയാളെ വേട്ടയാടുന്നു എന്ന തോന്നൽ പൊതുജനത്തിനുണ്ട്. അതെന്തുകൊണ്ടാണ്? നമുക്കറിയാം, രാഹുൽ മാങ്കൂട്ടം വിഷയം ഉയർന്നപ്പോൾ തന്നെ റിപ്പോർട്ടർ ചാനലൊക്കെ അതൊരു വ്യക്തിപരമായ ആക്രമണത്തിന് ഉപയോഗിച്ചു. മുൻപ് ഊഹാപോഹങ്ങൾ പ്രചരിപ്പിക്കുന്ന സമയത്ത് ഊരും പേരുമില്ലാത്ത ശബ്ദരേഖയും വാട്സാപ്പ് ചാറ്റുകളുമൊക്കെ റിപ്പോർട്ടർ ചാനൽ വളരെ രൂക്ഷമായ ആക്രമണ സ്വഭാവത്തോടെ പുറത്തേക്ക് വിട്ടപ്പോൾ ഇയാൾ റിപ്പോർട്ടർ ചാനലിനെ ബോധപൂർവം മാറ്റി നിർത്തി പല വേദികളിലും. മുൻപൊരിക്കൽ റിപ്പോർട്ടർ ചാനലിനെതിരെ ഇയാൾ ആഞ്ഞടിച്ചിട്ടുണ്ട്. റിപ്പോർട്ടർ ചാനലിലെ ഒരു റിപ്പോർട്ടറിനെതിരെ ഇയാൾ വളരെ ശക്തമായ വിമർശനങ്ങൾ ഉയർത്തിയിട്ടുണ്ട്. അത് വ്യക്തിപരമായ ഒരു വൈരാഗ്യമായി, ഒരു ചാനലും ജനപ്രതിനിധിയും തമ്മിലുള്ള ഒരു വൈരാഗ്യമായി. ഇവിടെ റിപ്പോർട്ടർ ഒറ്റയ്ക്കായിരുന്നില്ല, ഭരണകക്ഷിയുടെ ചാനലായ കൈരളി, പിന്നീട് കുറച്ച് സ്വതന്ത്ര ചാനലുകൾ, പക്ഷെ അവരൊക്കെ ഇപ്പോൾ ഒരു സ്ത്രീപക്ഷ നിലപാടെടുത്ത് മൈലേജ് ഉയർത്താം എന്ന് കരുതി. കാരണം രാഹുലിനെ പോലെ ഒരു വലിയ പ്രശസ്തനെ വീഴ്ത്തിയാൽ അത് വലിയൊരു ഇരയായിരിക്കുമല്ലോ മാധ്യമങ്ങളെ സംബന്ധിച്ച്. മാധ്യമങ്ങൾ ഒത്തുചേർന്ന് രാഹുലിൻ്റെ പീഡന പർവ്വം ആഘോഷിച്ചു. 60-കാരിയെ മുതൽ സ്വവർഗം വരെ ആസ്വദിക്കുന്ന ഏറ്റവും കിരാത ലൈംഗിക വൈകൃതക്കാരനായി ഇയാളെ അവർ പ്രതിഷ്ഠിച്ചു. ശബ്ദരേഖകളും വാട്സാപ്പ് ചാറ്റുകളും ഒന്നൊന്നായി പുറത്തേക്ക് വിട്ടു. ഈ അതിജീവിതകളെ അവർ വളരെ ചേർത്ത് പിടിക്കുന്നത് പോലെയുള്ള റിപ്പോർട്ടുകൾ നൽകി. ഇതും ജനം പുച്ഛിച്ചു തള്ളി. ജനത്തിന് മുന്നിൽ ഒരു പരിഹാസമായി മാറി മാധ്യമങ്ങളുടെ ഈ വാർത്തകളും മാധ്യമങ്ങളുടെ ഈ അജണ്ടയും മാധ്യമങ്ങളുടെ ഇത്തരം നിലപാടുകളും. അതും ഫലത്തിൽ രാഹുലിന് അനുകൂലമായ. അതുകൊണ്ടാണ് ഇന്നലെ മാധ്യമങ്ങൾക്ക് മുന്നിൽ ചായ ഊതി കുടിച്ച് പരിഹസിക്കുന്ന രാഹുൽ ഹീറോ ആയത്. അയാൾക്ക് പിന്നാലെ പായുന്ന മാധ്യമങ്ങളെ ജനം പരിഹസിക്കുന്നത് അതുകൊണ്ടാണ്. അപ്പോൾ രാഹുലിന് ജനത്തിൻ്റെ പിന്തുണ കിട്ടിയ 4ാമത് ഘടകം അതാണ്. ഇനി 5ാമത്, ഒരു ഭരണകൂടം. അതിജീവിതകൾ ഒരുപാടുണ്ട് ഈ കേരളത്തിൽ, ഒരുപാടുണ്ട്. അതിൽ വളരെ ദയ അർഹിക്കുന്ന ഭരണകൂടത്തിൻ്റെ സംരക്ഷണം വേണ്ട ഒട്ടനവധി അതിജീവിതകളുണ്ട്. എന്നാൽ ഈ അതിജീവിതകളെ ഒന്നും കാണാതെ നമ്മൾ ഏറ്റവും കൂടുതൽ കണ്ടു PT കുഞ്ഞുമുഹമ്മദിൻ്റെ ഒരു അതിജീവിതം. അതും ഒരു അതിജീവിതയാണ്. 76 വയസ്സുണ്ട്. 76 വയസ്സുണ്ടെങ്കിലും ആ പരാതിയിലൊക്കെ പറയുന്നത് വിജൃംഭിതനായി നിൽക്കുന്ന കുഞ്ഞഹമ്മദിനെയാണ്. അപ്പോൾ ഇത്തരം വിജൃംഭിതരായി നിൽക്കുന്ന ഒരുപാട് കഥാപാത്രങ്ങൾ ഈ CPM-ലും AKG സെൻറ്ററിലും ഉള്ളപ്പോൾ ഈ രാഹുലിന് വേണ്ടിയുള്ള വേട്ട, അതും കേരളത്തിലെ മുഴുവൻ പോലീസ് സംവിധാനങ്ങളെയും ഉപയോഗിച്ച്, ഇവിടെയുള്ള എല്ലാ രാഷ്ട്രീയ സംവിധാനങ്ങൾ എന്ന് പറഞ്ഞാൽ LDFൻ്റെ എല്ലാ രാഷ്ട്രീയ സംവിധാനങ്ങളും ഉപയോഗിച്ച്, സർക്കാരിൻ്റെ എല്ലാ സംവിധാനങ്ങളും ഉപയോഗിച്ച് ഒരു വേട്ട നടത്തിയപ്പോൾ, അത് വീരപ്പൻ വേട്ടയൊക്കെ അപ്രസക്തമാക്കുന്ന തലത്തിലുള്ളൊരു വേട്ട നടത്തിയപ്പോൾ ജനം അതിനെ പരിഹസിച്ചു, അതിൻ്റെ പൊള്ളത്തരം മനസ്സിലാക്കി. രാഹുലിനെ എത്രത്തോളം ഈ ഭരണകൂടം ഭയക്കുന്നു, പിണറായി ഭയക്കുന്നു എന്ന് ജനം പരസ്പരം ചർച്ച ചെയ്തു. അപ്പോൾ ആ പെരുവേട്ടയും ഫലത്തിൽ രാഹുലിന് അനുകൂലമായി. ജനങ്ങളുടെ ഒരു സിമ്പതി അവിടെ രാഹുലിലേക്ക് വന്നു. ഇപ്പോൾ നമ്മൾ 5 ഘടകങ്ങളിലൂടെയാണ് കടന്നു വന്നത്. ഈ 5 ഘടകങ്ങൾ ഒരു രാഹുൽ ഫാക്ടർ ഇവിടെ യാഥാർത്ഥ്യമാക്കി. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമുണ്ട്.
അത് സ്വന്തം പാർട്ടി പുറത്താക്കിയപ്പോഴും രാഹുൽ ഉയർത്തിയ ഒരു നിലപാടാണ്. പാർട്ടിയെ തള്ളിപ്പറഞ്ഞില്ല. പാർട്ടിയിലെ മറ്റ് നേതാക്കൾ ഇത്തരക്കാരായിരുന്നില്ലേ എന്ന് രാഹുൽ ചോദിച്ചില്ല. രാഹുലിനെ പക്ഷേ ഭയക്കുന്ന നേതാക്കളെ ഇപ്പോഴും നമുക്ക് ആ പാർട്ടിയിൽ കാണാം. കാരണം അവർക്കൊക്കെ ഭയമാണ്. സമൂഹ മാധ്യമങ്ങളിൽ തങ്ങൾ എന്ത് വിമർശനം നേരിടേണ്ടി വരുമെന്ന ഭയം അവരെ വേട്ടയാടുന്നു. അതിൻ്റെ പ്രതിഫലനമായിരുന്നു രാജ്മോഹൻ ഉണ്ണിത്താൻ നടത്തിയൊരു പ്രസ്താവന. ഇനിയും എന്നെക്കുറിച്ച് അധിക്ഷേപം പറഞ്ഞാൽ ഞാൻ അവൻ്റെ കൂടും കുടുക്കിയും അടക്കം പുറത്തിടും. പഴയകാല വിശേഷങ്ങൾ ഒത്തിരി പറയാനുണ്ട്, പിന്നെ അവൻ ഒരിക്കലും തലപൊക്കില്ല. ഇതായിരുന്നു രാജ്മോഹൻ ഉണ്ണിത്താൻ. രാഹുൽ തലപൊക്കിയപ്പോൾ കെ മുരളീധരൻ പറഞ്ഞത് എന്താണ്? ഇതിനേക്കാൾ കൊടികെട്ടിയ വമ്പന്മാരെ നമ്മൾ കണ്ടിട്ടുണ്ട്, പക്ഷെ അവരൊക്കെ വീണിട്ടുണ്ട് എന്ന്. അപ്പോൾ കൊടികെട്ടിയ വമ്പനാന്ന് കെ മുരളീധരൻ മനസ്സിലായി. അപ്പോൾ ആ കൊടികെട്ടിയ ആ വമ്പൻ പാലക്കാട് എത്തിയപ്പോൾ അവൻ ഇടതുപക്ഷ കേന്ദ്രങ്ങളെ മാത്രമല്ല കോൺഗ്രസ് നേതാക്കളെയും വിറപ്പിക്കുകയാണ്. ഇതാണ് 6ാമത് ഫാക്ടർ. അപ്പോൾ ഈ കോൺഗ്രസ് നേതാക്കളുടെ ഇരട്ടത്താപ്പ് ജനം ചോദ്യം ചെയ്യുന്നു. അതുകൊണ്ടാണ് ജനം ഇപ്പോൾ ചോദിക്കുന്നത്, സോളാർ കേസിൽ അതിമ്ലേച്ഛമായ ആരോപണങ്ങൾ ഉയർന്നു വന്നപ്പോൾ എന്തുകൊണ്ട് നിങ്ങൾ ഈ പാർട്ടിയിൽ നിന്ന് അവരെ പുറത്താക്കിയില്ല? എന്തുകൊണ്ട് നിങ്ങൾ സ്വയം രാജിവെച്ച് രാഷ്ട്രീയ വനവാസത്തിന് പോയില്ല? അന്ന് അന്ന് കെ.സി. വേണുഗോപാൽ, അടൂർ പ്രകാശ്, അനിൽകുമാർ, എത്ര പേർക്കെതിരെ ആരോപണങ്ങൾ ഉയർന്നു. എന്നിട്ട് അവരാരെങ്കിലും രാഷ്ട്രീയ വനവാസത്തിന് പോയോ? മറിയൻ റഷീദ മുതൽ ഇവിടെ എത്ര ഊതിപ്പെരുപ്പിച്ച കഥകൾ മാധ്യമങ്ങൾ പ്രചരിപ്പിച്ചു. അതൊക്കെ അടിസ്ഥാനരഹിതമാണെന്ന് പിന്നീട് തെളിഞ്ഞല്ലോ. ഇവിടെ കോടതി 2 അതിജീവിതമാരുടെ പരാതികളും പരിശോധിച്ചപ്പോൾ കോടതി എന്താണ് പറഞ്ഞത്? ഈ 2 പരാതിയിലും സമ്മർദ്ദമുണ്ട് എന്ന് കോടതിക്ക് സംശയമുണ്ട്. പറഞ്ഞല്ലോ, രാഷ്ട്രീയ ഗൂഢാലോചനയുണ്ട് എന്ന സംശയം കോടതി പ്രകടിപ്പിച്ചല്ലോ. ഈ പരാതി നൽകാൻ ഇടയായ സമയത്തെക്കുറിച്ച് കോടതി സംശയം പ്രകടിപ്പിച്ചല്ലോ. ഈ പരാതിയിലൊന്നും ബലാത്സംഗമില്ല എന്ന് കോടതി സമ്മതിച്ചല്ലോ. തിരുവനന്തപുരം ജില്ലാ സെഷൻസ് കോടതിയുടെ 2 വിധി നമ്മുടെ കയ്യിലുണ്ട്. ഈ 2 കോടതി വിധിയിലും ഈ 4 കാര്യങ്ങൾ എടുത്തു പറയുന്നുണ്ടല്ലോ. അപ്പോൾ നിയമപരമായി പരാതികൾ നിലനിൽക്കില്ല എന്ന് തോന്നൽ ജനങ്ങളുടെ മനസ്സിലുണ്ട്. ഈ പരാതിയൊക്കെ രാഷ്ട്രീയ ഗൂഢാലോചനയുടെ ഭാഗമാണെന്നും സമ്മർദ്ദങ്ങളുടെ ഭാഗമാണെന്നും ജനം മനസ്സിലാക്കുന്നു. അവിടെ എന്തിനാണ് ഈ ഒരു ചെറുപ്പക്കാരന് ഇത്രയധികം വേട്ടയാടുന്നത്? ഇത്തരം ഘടകങ്ങൾ ഇതിലുണ്ട്. ഇതാണ് 6ാമത് ഘടകം. ഇനി 7ാമത്, ഏറ്റവും പ്രധാനപ്പെട്ടത്, അത് നമുക്ക് വളരെ വിസിബിളായി നമ്മുടെ മുന്നിലുണ്ട്. ജനം ചോദിക്കുന്നത്, അവൻ കല്യാണം കഴിച്ചില്ലല്ലോ, അവനും വിചാരമൊക്കെ ഇല്ലേ? അപ്പോൾ കാണുന്ന എല്ലാ പെണ്ണുങ്ങളുടെ ഇടയ്ക്കലും അത് തീർക്കണമെന്നുള്ളത് ശരിയാണോ? അല്ല, അത് ഒന്നിൽ നിന്ന് ഒന്നിലേക്കാണ് പോയത്. നമുക്ക് അതിലേക്ക് വരാം. ഞാൻ ആദ്യം ഒരു പൊതുബോധത്തെക്കുറിച്ചാണ് ചർച്ച ചെയ്തു വരുന്നത്. എന്തുകൊണ്ട് രാഹുലിലേക്ക് ഇപ്പോഴും പൊതുബോധം എത്തി നിൽക്കുന്നു? അപ്പോൾ സാധാരണ ജനങ്ങൾ ചോദിക്കുന്നത്, അവൻ കല്യാണം കഴിച്ചിട്ടില്ലല്ലോ, വിവാഹം കഴിച്ച സ്ത്രീ എന്തിനാ അവൻ്റെ പിന്നാലെ ചെന്നത്? അങ്ങനെയൊക്കെയുള്ള ഒരു സിമ്പതി ആറ്റിറ്റ്യൂഡ് ഇപ്പോഴും കുറച്ചു പേർക്കെങ്കിലും ഉണ്ടെങ്കിൽ അതിൽ നമുക്ക് കുറ്റം പറയാൻ കഴിയില്ല. ഇനി ഭയക്കേണ്ട സിമ്പതിയാണ്. എന്തോ അല്ല, ആ ഒരു സിമ്പതി നമ്മൾ ഭയക്കേണ്ടതാണ്. ഇനി പ്രക്ഷോഭ ഉയർത്തിയ ഏറ്റവും മുഖ്യമായ പ്രശ്നം, നമുക്ക് എന്തുകൊണ്ട് ജനം ഇയാളെ ഇപ്പോഴും അനുകൂലിക്കുന്നു എന്ന 7 ഘടകങ്ങൾ ഞാനിപ്പോൾ ഇതുവരെ പറഞ്ഞത്. ഇനി അയാളിലേക്ക് വരാം. അയാൾ ഒരു സ്ത്രീലമ്പടൻ, ഇത് പിണറായി വിജയൻ്റെ ഭാഷയാണ്, ലൈംഗിക വൈകൃതക്കാരൻ, അതും പിണറായി വിജയൻ്റെ ഭാഷയാണ്. കെ മുരളീധരനെ പോലെയുള്ളവർ പറയുന്നത് കോൺഗ്രസ് പ്രസ്ഥാനത്തിൽ പോലും സ്ത്രീകൾക്ക് പ്രവർത്തിക്കാൻ കഴിയുന്നൊരു സാഹചര്യം ഇല്ലാതാക്കിയവൻ. അപ്പോൾ സ്ത്രീകളെ കണ്ടാൽ ചാടി വീഴുന്ന ഒരു പൊതു സ്വഭാവമുള്ളവനായിട്ടാണ് നമ്മുടെ മുന്നിൽ രാഹുലുള്ളത്. നമുക്ക് മുന്നിൽ 2 പരാതിയുണ്ട്. ഈ 2 പരാതിക്കപ്പുറം സത്യസന്ധമായിട്ട് പറഞ്ഞാൽ ഞാൻ ഊഹാപോഹങ്ങളല്ലാതെ മറ്റുള്ള പരാതികളൊന്നും എൻ്റെ മുന്നിലില്ല. ധാരാളം ആളുകൾ പറയുന്നുണ്ട്, ഇവൻ കാണുന്നവരോടൊക്കെ ചോദിക്കും, ഡൽഹിക്ക് വരാവോ, മൂന്നാറിന് വരാവോ, ഇഷ്ടമാണ് എന്നൊക്കെ പറഞ്ഞ്. ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ഇവൻ്റെ ഒരു കഴിവും ഇവൻ്റെ ഒരു രാഷ്ട്രീയ നേതൃവാസനയും ഒക്കെ ഉണ്ട് ഒരു വശത്ത്. മറുവശത്ത് ഒരു ദൗർബല്യം ജീവിതത്തിലുണ്ട് രാഹുലിന്. അത് അഡ്മിറ്റ് ചെയ്ത് തന്നെയാണ് നമുക്ക് സംസാരിക്കേണ്ടി വരുന്നത്. അത് സദാചാരത്തിലൂന്നി നോക്കുമ്പോൾ അത്ര കണ്ട് ശരിയാണോ എന്നൊരു എതിർപക്ഷമുണ്ട്. പക്ഷേ എവിടെയും പ്രക്ഷോഭയുടെ ഒരു പക്ഷമുണ്ട്, എൻ്റെ പക്ഷമുണ്ട്. ഈ സദാചാരം പോലും വിവിധ മനസ്സുകളിൽ വിവിധ തലത്തിലാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആളുകൾ ചോദിക്കുന്ന ഒരു ചോദ്യം, നിൻ്റെ വീട്ടിലെ പെണ്ണുങ്ങളുടെ അടുത്ത് വന്ന് ഇവൻ ചോദിച്ചാൽ നിൻ്റെ പ്രതികരണം എന്തായിരിക്കും? ഇതാണ് പച്ചയ്ക്കുള്ള ചോദ്യം. ഇവിടെ നമ്മൾ ഈ രാഹുലുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ ഉയർന്ന സ്ത്രീകളെക്കുറിച്ച് കൂടി ഒന്ന് തിരയണം. ഞാൻ അത്രേ പറയുന്നുള്ളൂ, അതിലപ്പുറത്തേക്ക് ഞാൻ ഒന്നും പറയുന്നില്ല.
ഈ രാഹുലിനെതിരെ വിവാദമുയർത്തിയ അല്ലെങ്കിൽ പൊതുരംഗത്ത് വന്ന് രാഹുലിനെതിരെ വിമർശിച്ച സ്ത്രീകളെ കൂടി നമ്മളൊന്ന് തിരയണം. ഇതൊരു പൊതുരംഗത്തെ പ്രശ്നമാണ്. പൊതുരംഗത്ത് എപ്പോഴും ഇത്തരം പ്രശ്നങ്ങളുണ്ട്. രാഹുലിനെതിരെ 2 പരാതി വന്നു എന്നത് ശരി തന്നെയാണ്. പക്ഷെ അതിൽ ഞാൻ കാണുന്ന ഒരു പ്രശ്നമുണ്ട്. ഇയാൾ ഒരു ഫ്യൂച്ചർ അസറ്റാണ് പെൺകുട്ടികളെ സംബന്ധിച്ച്, യുവതികളെ സംബന്ധിച്ച്. കാരണം ഇയാളെ കിട്ടിയാൽ ഭാവിയിൽ ജനപ്രതിനിധി, അവിടെ നിന്നൊരു മന്ത്രി, ഒരു സംസ്ഥാനത്തിൻ്റെ ഒരു അധികാര കേന്ദ്രം, ഈ ഒരു ഭ്രാന്തുള്ള ഒരുപാട് പെൺകുട്ടികളെ കുറ്റം പറയാണെന്ന് ധരിക്കരുത്. അധികാരത്തോട് ആർത്തിയുള്ള അല്ലെങ്കിൽ അധികാര സ്ഥാനത്തിരിക്കുന്നവരോട് പ്രണയം തോന്നുന്ന, അവരെ ഏത് തരത്തിലും സ്വന്തമാക്കണമെന്ന് ആഗ്രഹിക്കുന്ന കുറച്ച് പെൺകുട്ടികളോ പെൺകുട്ടിയല്ല യുവതികളൊക്കെ ഉണ്ടാവാം. ഒരിക്കലും ആ വലയിൽ ഇവൻ പെടാൻ പാടില്ല. അത്തരം പ്രലോഭനങ്ങൾ എപ്പോഴും അധികാര സ്ഥാനത്തിരിക്കുമ്പോൾ, ഇത്തരം താരമൂല്യവുമായി വളർന്നു വരുമ്പോൾ അത്തരം പ്രലോഭനങ്ങൾ ഉണ്ടാകും. അത് നമ്മൾ ഇവിടെ മാത്രമല്ല, സിനിമയിൽ അത് കാണുന്നുണ്ട്. മറ്റ് പല തലങ്ങളിലും ഇത്തരം ഒരു പ്രലോഭനങ്ങൾ കാണാറുണ്ട്. പക്ഷെ അവിടെ രാഹുൽ വീഴ്ച സംഭവിച്ചു എന്ന് പറയുമ്പോഴും ഈ നമുക്ക് മുന്നിലുള്ള 2 പരാതിയിലൂടെ പോകുമ്പോൾ 2023 ഒരു പെൺകുട്ടിയെ പരിചയപ്പെടുന്നു, അവർക്കിടയിൽ സൗഹൃദം വരുന്നു. അത് സെക്സിലേക്ക് പോയതിലൊന്നും തെറ്റ് നമുക്കിപ്പോൾ ഉഭയകക്ഷി സമ്മതപ്രകാരമാണെങ്കിൽ തെറ്റൊന്നും പറയാൻ കഴിയില്ല. 2 പേരും ഇഷ്ടപ്പെട്ടു, 2 പേരും കല്യാണം കഴിച്ചിട്ടില്ല. പക്ഷെ അത് പിന്നീട് പൊളിഞ്ഞു. ആ പൊളിഞ്ഞതിന് നമ്മൾ രാഹുൽ അവൻ്റെ ഭാഗം കേട്ടില്ല. ശരിക്കും കോടതിയിൽ എന്താണ് വാദം നടക്കുന്നതെന്ന് നമുക്ക് കേൾക്കാം, എന്നാലേ നമുക്ക് അവൻ്റെ വാദം കൂടി കേൾക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ ദിലീപ് കേസിൽ ആൾക്കാർ പറയുന്നു അവൻ്റെ ഭാഗം ഇനി കേൾക്കണമെന്നല്ലേ എന്ന് പറഞ്ഞതുപോലെ ഇത് അവൻ്റെ ഭാഗം കൂടി കേൾക്കാം. അത് പൊളിഞ്ഞു. അതിന് പിന്നാലെയാണ് നമ്മൾ മറ്റൊരു പരാതി, ആദ്യ പരാതി. അതൊരു വിവാഹിതയായിരുന്നു. അപ്പോൾ എന്തായാലും ഒരു പ്രണയത്തിന് പോയി ഇത്തരം ചില ലൗകിക സുഖങ്ങളൊക്കെ പഠിച്ചു, അടുത്ത പ്രലോഭനത്തിലും വീണു. അതും കുറച്ച് മുന്നോട്ട് പോയി അപകടമാണെന്ന് മനസ്സിലായി, അതും പൊളിഞ്ഞു. ഇനി എത്ര എണ്ണം ഇങ്ങനെ വഴിക്കുണ്ടെന്ന് നമുക്കറിയില്ല. പക്ഷേ ഈ 2 പരാതി പരിശോധിക്കുമ്പോൾ പൂർണ്ണമായും രാഹുൽ മാങ്കൂട്ടത്തിലിനെ രാഷ്ട്രീയത്തിൽ നിന്ന് ഉന്മൂലനം ചെയ്യണമെന്നോ, രാഷ്ട്രീയത്തിൽ നിന്ന് എന്നേക്കുമായി പടിയടച്ച് പിണ്ടം വെച്ച് ഒരു കുഴി കുത്തി അതിൽ കുഴിച്ചു മൂടി ഇവനെ തീർക്കണമെന്നോ ഞാൻ പറയില്ല. തിരുത്താനുള്ള സമയം കൊടുക്കുക. കാരണം ഇതൊരു രാഷ്ട്രീയ ഭാവിയുള്ള ചെറുപ്പക്കാരനാണ്, നല്ല ഒരു മെറ്റലാണ്. അപ്പോൾ ഇതൊക്കെ തിരുത്തട്ടെ. ഇത്തരം വീഴ്ചകളിൽ നിന്നൊക്കെ കരകയറി ഒരു സ്വയം പരിവർത്തനം വന്ന് കൂടുതൽ ഒരു ഉന്മേഷവാനാകട്ടെ. പക്ഷേ ഇത്തരം ശീലങ്ങളിലേക്കൊക്കെ പോയവർക്ക് പിന്നെ അത് ഞരമ്പിൽ നിന്ന് മാറ്റാൻ വലിയ പാടാണ്. അതിന് നല്ല കൗൺസിലിംഗ് വേണം, നല്ല ചില നിർദ്ദേശങ്ങളൊക്കെ വേണം. അപ്പോൾ നമുക്കങ്ങനെ പോസിറ്റീവായിട്ട് ഇയാളെ എങ്ങനെ ഒരു നല്ല മനുഷ്യനാക്കാം, അല്ലെങ്കിൽ നല്ല മനുഷ്യൻ എന്നൊന്നും പറയുന്നതിൽ അർത്ഥമില്ലെന്നേ. ഇപ്പോൾ ഇത്തരം ചില വീക്ക്നെസ് ഉള്ളവർ നല്ല മനുഷ്യരായിരിക്കും. ഇത്തരം വീക്ക്നെസ് ഇല്ലാത്ത പരുക്കന്മാരുണ്ട്, ഒരിക്കലും നല്ല മനുഷ്യരല്ല. മറ്റുള്ളവർക്ക് ഒരു ഗുണവും കിട്ടാത്ത, ഒരു ഗുണവും ചെയ്യാത്ത, മറ്റുള്ളവരെ മുഴുവൻ ശപിച്ച് നടക്കുന്ന കക്ഷികളുണ്ട്. അപ്പോൾ ഒരു ഉഭയകക്ഷി സമ്മതപ്രകാരം മറ്റൊരു സ്ത്രീയുമായി ഒരു ലൈംഗിക ബന്ധത്തിന് പോയി ഒരു ബന്ധമുണ്ടായി എന്നതിൻ്റെ പേരിൽ നമ്മൾ അയാൾ എന്നേക്കുമായി സമൂഹത്തിൽ നിന്ന് അടിച്ചോടിക്കേണ്ടവനാണ് എന്നൊന്നും കരുതരുത്. അതൊക്കെ തെറ്റാണ്. ഇപ്പോൾ ഇതൊരു അസറ്റാണ് എന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ പറയണേ, രാഹുൽ രാഷ്ട്രീയത്തിലൊരു അസറ്റാണ് എന്ന് പറയുമ്പോൾ ഈ സ്ത്രീ വിഷയം മാത്രമല്ലല്ലോ, അയാൾക്ക് നേരെ ഉയർന്ന വിവാദങ്ങൾ മറ്റ് പലതുമുണ്ട്. സാമ്പത്തികപരമായിട്ടുള്ള ക്രമക്കേടുകളുമായി ബന്ധപ്പെട്ടിട്ട് എത്രയോ പരാതി. അല്ല, വയനാട് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അതൊരു നിസ്സാര വിഷയമല്ല. ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അവരുടെ സ്ഥാനാർത്ഥികൾക്ക്, കോൺഗ്രസ് സ്ഥാനാർത്ഥികൾക്ക് ഏറ്റവും വെള്ളം കുടിക്കേണ്ടി വന്നൊരു ചോദ്യമാണത്. ഏറ്റവും പ്രധാനമായി CPM-ഉം BJP-യും കോൺഗ്രസ് സ്ഥാനാർത്ഥികൾക്ക് നേരെ ഉയർത്തിയ ചോദ്യമാണ് വയനാട് ഫണ്ട് എവിടെ. അതിന്റെ ഒരു മറുപടി പറയാൻ പോലും രാഹുൽ മാങ്കൂട്ടത്തിന് കൃത്യമായി കഴിഞ്ഞിട്ടില്ല. കേരളം ആരാ ഭരിക്കുന്നത്? മുഖ്യമന്ത്രി പിണറായി വിജയൻ. അത് ഇവിടുത്തെ ആഭ്യന്തരമന്ത്രി ആരാണ്? പിണറായി വിജയൻ. പിണറായി വിജയനെ കണ്ടുപിടിക്കാമല്ലോ. ഈ കണ്ടുപിടിക്കുന്നതിനപ്പുറത്തേക്ക് ഇയാൾക്ക് ധാർമ്മികമായ ഉത്തരവാദിത്വം, അതാണ് എപ്പോഴും ചോദിക്കുന്നത്. ഇയാളൊരു അസറ്റാണ് എന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ പറയുന്നതാണ്. രാഷ്ട്രീയ എതിരാളികളെ സംബന്ധിച്ച് എപ്പോഴും ഇത്തരം ആരോപണങ്ങളും വിവാദങ്ങളും എതിർപക്ഷം ഉയർത്തും. പക്ഷെ എന്തുകൊണ്ട് രാഹുൽ മറുപടി പറയുന്നില്ല? ഇതേ രാഹുൽ തന്നെയല്ലേ ആവർത്തിച്ച് പറയുന്നത്, മുഖ്യമന്ത്രിക്ക് അന്വേഷിക്കാം, മുഖ്യമന്ത്രിയുടെ പോലീസിനെ ഏത് തലത്തിലും അന്വേഷിക്കാം, എല്ലാ രേഖകളും എൻ്റെ ഓഫീസിലുണ്ട്, എൻ്റെ പക്കലുണ്ട്, ആ രേഖകൾ ഞാൻ കൈമാറാം, ഞാൻ അതിൽ അഴിമതി നടത്തിയിട്ടില്ല എന്ന് രാഹുൽ പറഞ്ഞിട്ടുണ്ട്.
പക്ഷെ അത് അപ്പോഴും നിങ്ങൾ കണ്ടെത്തി പറയൂ, അല്ലാതെ എന്റെ ഭാഗം ഞാൻ ന്യായീകരിക്കാൻ തയ്യാറല്ല. രാഹുൽ ഇത് കൊണ്ടെന്ന് പറയും ഞാൻ അഴിമതിയൊന്നും നടത്തിയിട്ടില്ല, നിങ്ങളുടെ പോലീസ് ഉണ്ട്, നിങ്ങൾക്ക് അന്വേഷിക്കാം. ഇവരുടെ അതായത് ഈ പറയുന്ന പാർട്ടിയിൽ നിന്ന് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ അതിശക്തമായ വിമർശനങ്ങൾ വന്നില്ലേ? കൃത്യമായ കണക്ക് പാർട്ടിക്ക് പോലും കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞു. പാർട്ടിയിൽ വിമർശനമല്ലല്ലോ, ഇയാളെ കുഴിച്ചുകൂടാൻ നിൽക്കുന്നവരാ പാർട്ടിയിലുള്ളത്. ഇതല്ല, ഇതിനപ്പുറത്ത് സ്വന്തം പാർട്ടിയിൽ നിന്ന് ഉയരും. കാരണം ഇയാളുടെ കടന്നുവരവ് പാർട്ടിയിലെ ചിലരെ ശരിക്കും ഭയപ്പെടുത്തിയിട്ടുണ്ട്. അതിൻ്റെ പ്രതിഫലം ഇതെല്ലാം പാർട്ടിയിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന ഈ അതിജീവിതകളുടെ ഉത്ഭവം, അതിജീവിതകൾക്ക് മുൻപ് അശരീരികൾ ഉയർന്ന കാലഘട്ടം, ഇതൊക്കെ എവിടുന്നാണ് വന്നത്? ഇതെല്ലാം കോൺഗ്രസ് ക്യാമ്പിൽ നിന്നല്ലേ? കോൺഗ്രസ് പ്രമുഖരെ വകഞ്ഞു മാറ്റി ഇയാൾ കടന്നു വരുമോ എന്ന ഭയം അവരുടെ ഉള്ളിൽ തട്ടി. അന്ന് തൊട്ട് പ്രശ്നമാണ്, ഗൂഢാലോചനയുണ്ട്. ഇതുകൊണ്ട് ഇയാളെ പരിപൂർണമായി നമുക്ക് വെള്ളപൂശാനൊന്നും പറ്റില്ല, കാരണം ഒരു അസാധാരണ താരമാണ്. എന്തായാലും ഈ കേരളത്തിലെ ജനങ്ങളുടെ ഒരു അവസ്ഥ വളരെ പരിതാപകരമാണ്. ഒരു ജനപ്രതിനിധിയെ ഇനി കൗൺസിലിംഗ് കൊടുത്ത് നന്നാക്കിയെടുത്ത് വീണ്ടും രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുവരേണ്ട ഒരു ഉദ്യമം ഇവിടുത്തെ ജനങ്ങൾക്ക് വന്നിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു ഈ രാഷ്ട്രീയക്കാരിൽ ഇത്തരത്തിലുള്ള ചെയ്തികളുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. പക്ഷേ അതിനൊക്കെ അപ്പുറത്തേക്ക് ഈ രാഹുൽ വിഷയം വലിയ രീതിയിൽ അങ്ങ് ചർച്ചയായി മാറുകയാണ്. തിരുത്തുണ്ട്, അതായത് രാഹുലിനെ മാത്രമല്ല, കൗൺസിലിംഗ് കൊടുക്കുകയാണെങ്കിൽ ഭരണകക്ഷിയിലെ പലർക്കും വേണം. ഇന്ന് പ്രതിപക്ഷത്തിരിക്കുന്ന ഏറ്റവും മുതിർന്ന നേതാക്കൾക്കൊക്കെ ഇത്തരം കൗൺസിലിങ്ങുകൾ ആവശ്യമുണ്ട്. പിന്നെ അവരൊക്കെ ഇക്കാര്യങ്ങളിൽ പഴകി മറ്റേ തഴമ്പുള്ളവരാണ്, അവരെ അത്ര പെട്ടെന്നൊന്നും വീഴില്ല. ഈ രാഹുൽ രാഷ്ട്രീയമായി നല്ല മെയ്വഴക്കമുണ്ടെങ്കിലും ഇത്തരം കാര്യങ്ങളിൽ ഒരു വേണ്ടത്ര ഒരു പക്വത വന്നില്ലായിരുന്നു. എന്തായാലും ഇപ്പോൾ രാഹുലിന് പാലക്കാട് എത്തിയതോടുകൂടി ഒരു ആശ്വാസം വന്നിട്ടുണ്ട്. ഇനി ഞാൻ ഇവിടെ തന്നെ ഉണ്ടാകും എന്നുള്ള ഒരു ഉറപ്പും രാഹുൽ അവിടുത്തെ ജനങ്ങൾക്ക് കൊടുക്കുന്നുണ്ട്. പക്ഷേ ഇതിനു മുൻപ് ഒരു ഉറപ്പ് കൊടുത്തതായിരുന്നു. എന്തായാലും രാഹുലിന്റെ കാര്യത്തിൽ പോലീസും ശക്തമായ നിരീക്ഷണം തീർത്തിരിക്കുകയാണ്. വരും ദിവസങ്ങളിൽ എന്തെങ്കിലുമൊക്കെ ട്വിസ്റ്റുകൾ പാലക്കാട് സംഭവിക്കും. കൂടുതൽ ചർച്ചകളുമായി കാണാം. നമസ്കാരം. നന്ദി, നമസ്കാരം.